ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എൻ ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പി ടൈപ്പ് സെമി കണ്ടക്ടറും പറഞ്ഞു, അതേപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പറഞ്ഞു. ഇവർ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവമാണ് ആര്? പി എൻ ജംഗ്ഷൻ. അപ്പോൾ ഒരു ഹാഫ് പി ടൈപ്പും അടുത്ത ഹാഫ് എൻ ടൈപ്പും. അപ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റലാണ്, ഒരു ഡോപ്ഡ് സിംഗിൾ ക്രിസ്റ്റൽ. ദാറ്റ് മീൻസ് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് എന്ത് ചെയ്യും? ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തും. അപ്പോഴാണ് സെമി കണ്ടക്ടർ എന്തായി മാറുക? കണ്ടക്ടിവിറ്റി കൂടുക. പക്ഷേ അതിലെന്തായിരിക്കും? ഒരു ഹാഫ് പി ടൈപ്പും ആയിരിക്കും, ഒരു ഹാഫ് എൻ ടൈപ്പും. അങ്ങനത്തെ ഇതിനെ നമ്മൾ എന്താ പറയുക? പി എൻ ജംഗ്ഷൻ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ്? എ സിംഗിൾ crystal of doped semiconductor, one half p type and other half n type. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? എ സിംഗിൾ ക്രിസ്റ്റൽ, രണ്ടും കൂടി ചേർന്നിട്ടൊരു സിംഗിൾ ക്രിസ്റ്റലാണ്. എ സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് ഡോപ്ഡ് സെമി കണ്ടക്ടർ, ഒരു ഡോപ്ഡ് സെമി കണ്ടക്ടർ, വൺ ഹാഫ് പി ടൈപ്പ് ആൻഡ് അതർ ഹാഫ് എൻ ടൈപ്പ്. ഒരു ഹാഫ് പി ടൈപ്പും ആയിരിക്കും, ഒരു ഹാഫ് ആരുമായിരിക്കും? എൻ ടൈപ്പുമായിരിക്കും. അതിനെ നമ്മൾ സാധാരണ എന്തെന്ന് പറയുക? പി എൻ ജംഗ്ഷൻ. ഇപ്പം ഞാൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, ഒരു ഹാഫ് എന്താണ്? ഒരു ഹാഫ് പി ടൈപ്പും ഒരു ഹാഫ് എൻ ടൈപ്പും. ഇതിനെ നമ്മൾ സാധാരണ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ട് എന്തുണ്ട്? പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഒരു ഹാഫ് പി ടൈപ്പും ഒരു ഹാഫ് എൻ ടൈപ്പും. ഇവർ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പി എൻ ജംഗ്ഷൻ കിട്ടും. ശരിയല്ലേ? നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസും. ശരിയല്ലേ? അപ്പോൾ പി ടൈപ്പിൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പി ടൈപ്പിൽ ആരാണ്? ഹോള് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. പി ടൈപ്പിൽ ഹോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, അതേപോലെ തന്നെ ഇലക്ട്രോൺ ആരാണ്? ഇലക്ട്രോൺ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ഇപ്പോഴൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾ ആയിരിക്കും മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺ ആരായിരിക്കും? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതേപോലെ എൻ ടൈപ്പിലോ? എൻ ടൈപ്പിൽ നേരെ തിരിച്ച് ഇലക്ട്രോൺ ആയിരിക്കും ആര്? ഇലക്ട്രോൺ ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതേപോലെ തന്നെ അവിടെ ഹോളാണ് ആര്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അല്ലേ? അപ്പോൾ നമ്മൾ പി ടൈപ്പ് നമുക്കറിയാം എന്താണ്? ചില ബോണ്ട് ബ്രേക്ക് ആയിട്ട് സ്വാഭാവികമായിട്ട് ഇലക്ട്രോണും ഹോളും ഉണ്ടാവും, അല്ലെ? പിന്നെ ഡോപ്പിംഗ് കാരണം ഹോളും ഇലക്ട്രോണും ക്രിയേറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ പി ആൻഡ് എൻ അല്ലെ? അപ്പോൾ പിയിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, അല്ലെ? അപ്പോൾ പി റീജിയനിൽ ഹോൾസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. നമ്മൾ ഹോൾസിനെ എങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുക? ഹോൾസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ റീജിയനിലോ? എൻ റീജിയനിൽ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, അല്ലേ? ഫുൾ ഡോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ, അല്ലേ? അല്ലെങ്കിൽ ഹോൾ. അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്, അല്ലേ? ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പക്ഷെ രണ്ട് സൈഡിൽ ആരുണ്ട്? മൈനോറിറ്റി ഉണ്ട്. പി റീജിയനിൽ ആരാണ് മൈനോറിറ്റി? ഇലക്ട്രോൺ ആണ് മൈനോറിറ്റി. പിന്നെ അവിടെ ഇലക്ട്രോൺ കാണിച്ചു. ഇലക്ട്രോൺ കാരണം എന്താണ്? ഇലക്ട്രോൺ എന്താണ്? മെജോറിറ്റി അല്ല, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് പി റീജിയനിൽ. അതേപോലെ എൻ റീജിയനിൽ ഹോളാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ എന്തെന്ന് പറയുക? ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നും പറയാറുണ്ട്. പി എൻ ജംഗ്ഷൻ കാര്യം ഇത് ഈ പിയും എന്നും കൂടി ഫസ്റ്റ് ഹാഫ് പി ടൈപ്പും സെക്കൻഡ് ഹാഫ് എൻ ടൈപ്പും ജോയിൻ ചെയ്താൽ കിട്ടുന്ന സാധനത്തിന് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പി റീജിയനിലെ ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, അല്ലേ? ഇവിടെ ഇലക്ട്രോൺ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾ ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓൾറെഡി നമുക്കറിയാം ഈ സംഭവം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹോൾ, അല്ലെ? ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ. ക്ലിയർ? അപ്പോൾ ഈ ജംഗ്ഷൻ ഫോം ചെയ്താൽ ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം ഡിഫ്യൂഷനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ
ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ്. ഫസ്റ്റ് എന്താ സംഭവിക്കുക? ഡിഫ്യൂഷൻ. ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. മാറിപ്പോയതൊരു രണ്ട് ടേം വരും, ഡിഫ്യൂഷൻ, അടുത്തത് ഡ്രിഫ്റ്റ് വരും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ, ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ. ദാറ്റ് മീൻസ് ഹോളും ഇലക്ട്രോണും ആവാം. ഹോൾ ഡിഫ്യൂഷനും സംഭവിക്കാം, ഇലക്ട്രോൺ ഡിഫ്യൂഷൻ സംഭവിക്കാം. അതേപോലെ തന്നെ ഹോൾ ഡ്രിഫ്റ്റും സംഭവിക്കാം, ഇലക്ട്രോൺ ഡ്രിഫ്റ്റും സംഭവിക്കാം. പക്ഷേ വേർഡുകൾ മാറിപ്പോയത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ്, ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ അതിന് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്താൽ ആദ്യം സംഭവിക്കുന്ന കാര്യമാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താണ്? ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പൊ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണ്? നോക്ക്, പി റീജിയനിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോള്. അപ്പൊ ഹോൾ എവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും? ഹോൾ ഡിഫ്യൂസ് ഫ്രം പി ടു എൻ റീജിയൻ, ഇലക്ട്രോൺ ഡിഫ്യൂസ് ഫ്രം എൻ ടു പി റീജിയൻ, അല്ലേ? കാരണം മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ആണ് ഡിഫ്യൂഷൻ. അപ്പൊ ഹോൾ ഡിഫ്യൂഷൻ എന്ത് സംഭവിക്കും? ഹോൾ ഡിഫ്യൂഷൻ, ഹോൾ ഡിഫ്യൂഷൻ ഫ്രം പി ടു എൻ, അല്ലെ? പിയില് ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. സോ ഹോൾ ഡിഫ്യൂഷൻ ഫ്രം പി ടു എൻ. അതേപോലെ തന്നെ എന്ത് സംഭവിക്കും? തിരിച്ചും സംഭവിക്കും. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ, ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഫ്രം എൻ ടു പി. എൻ നിന്ന് പിയിലേക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോണിന്റെ ഡിഫ്യൂഷൻ നടക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് ഹോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഹോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, ഹോൾ. അതേസമയം ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ അല്ലേ? അപ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഇലക്ട്രോൺസ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യുമ്പോൾ, അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഹോള് മൂവ് ചെയ്തില്ലേ, അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. എടാ ശ്രദ്ധിക്ക്, ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ അയാൾ ഒരു വേക്കൻസി ഉണ്ടാക്കൂലേ? ആ വേക്കൻസി നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഒരു ഹോള് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. അതിന് കാരണം എന്താണ്? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത കാരണം. അതേപോലെ തന്നെ ഹോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അപ്പോൾ ഹോൾസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂവ് ചെയ്ത ഭാഗത്ത് എന്തുണ്ടാവും? ഒരു ഹോള് മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഇവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ എന്താണ്? when electron diffuse create a positive space charge region on n side. Clear ആണോ? when electron diffuse ചെയ്താൽ create a positive space charge region on n side. കാരണം n side എന്നാണ് ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഇവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാക്കും, അല്ലെ? പോസിറ്റീവ് അയോൺ വരും നെഗറ്റീവ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഹോൾ മൂവ് ചെയ്താലും അടുത്ത കേസ് എന്താണ്? when electron diffuse വരുന്നതാണ് when hole diffuse create a negative space charge region. നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഓൺ പി സൈഡ്, അല്ലെ? ഹോൾ മൂവ് ചെയ്താൽ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും ഇവിടെ പി സൈഡിൽ. ക്ലിയർ ആണോ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഡിഫ്യൂഷൻ നടന്നു, അല്ലെ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോള് പി എന്നിലേക്ക് പോകും, അല്ലെ? അതേപോലെ തന്നെ ഇലക്ട്രോൺ എന്നിന്ന് പിയിലേക്ക് വരും. അപ്പൊ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയ സ്ഥലത്ത് എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും, ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. അപ്പൊ ഈ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? എടി ഈ ജംഗ്ഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കമ്പൈൻ ചെയ്യൂലേ? കാരണം ഹോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്യും. ശരിയല്ല? കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, ഹോളിന്റെ ചാർജ് പോസിറ്റീവ്, ഈക്വൽ ചാർജ് അല്ലേ? അപ്പോ മിഡിൽ ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്യും? ഇവര് റീകമ്പൈൻ ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഒരു
എന്തായിരിക്കും? ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ചിത്രത്തിൽ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രം ക്ലിയർ ആണല്ലോ? അടുത്ത ചിത്രം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ മിഡിലിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു റീജിയൻ കിട്ടും. സോ ഇത് പി, ഇത് എൻ, പി എൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ചിത്രത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ കിട്ടും. ശ്രദ്ധിക്കുക കോൺസെപ്റ്റ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഹോള് മൂവ് ചെയ്തു. ഹോള് മൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഇമ്മൊബൈൽ നെഗറ്റീവ് റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ? ഇവിടുന്ന് ഹോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു പോയി. ഹോള് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും പി സൈഡിൽ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ. അതേപോലെ തന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. ക്ലിയർ ആണോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോ ഇലക്ട്രോൺ എന്ത് ചെയ്തു? എന്നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി എൻ സൈഡിൽ. അതേസമയം ഹോള് പിന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഹോള് മൂവ് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി. പക്ഷെ ഈ ജംഗ്ഷനിൽ എന്താ സംഭവിക്കുക? ഈ ജംഗ്ഷനിൽ ഇവരെ തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യും. ഇവരെ തമ്മിൽ എന്ത് ചെയ്യും? ന്യൂട്രൽ. അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ നെറ്റ് സീറോ. നെറ്റ് എന്താവും? സീറോ. കാരണം പ്ലസും മൈനസും കൂടി ജോയിൻ ചെയ്തത് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താ സംഭവിക്കുക? അറ്റ് ജംഗ്ഷൻ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ന്യൂട്രലൈസ്. ഇലക്ട്രോൺ ആൻഡ് ഹോൾ ന്യൂട്രലൈസ്. അത് റീകമ്പൈൻ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ റീകമ്പൈൻ. ഇലക്ട്രോൺ ആൻഡ് ഹോൾ റീകമ്പൈൻ ആൻഡ് ന്യൂട്രലൈസ്. അത് ന്യൂട്രലൈസ് ആവും. ന്യൂട്രലൈസ് ആയിട്ട് അത് ക്യാൻസൽ ആവും. ആൻഡ് ക്യാൻസൽ. ക്ലിയർ ആണോ? അപ്പൊ ഈ റീജിയനെ നമ്മൾ സാധാരണ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ഒരു ടേം വരും, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്ലീഷൻ ലെയർ. അപ്പൊ ഈ ഡിപ്ലീഷൻ ലെയർ എന്താണ്? ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടി ആ ജംഗ്ഷനിൽ ജോയിൻ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും അല്ലെ? ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ. അപ്പൊ എഴുതാ അറ്റ് ദ ജംഗ്ഷൻ create a immobile space charge region. At the junction create a immobile space charge region. അതിനെ നമ്മൾ എന്തെന്ന് പറയാ? called depletion layer. called depletion layer. ക്ലിയർ ആണോ? അപ്പൊ എന്ത് സംഭവിച്ചു? അടുത്ത് ഇമ്മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇയാളെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും. ആ ഡിപ്ലീഷൻ ലെയറിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ. അപ്പൊ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്തു? ഈ പ്ലസും മൈനസും തമ്മിൽ ജോയിൻ ചെയ്തത് ക്യാൻസൽ ആയി പോയി. അപ്പൊ ക്യാൻസൽ ആയ ഒരു റീജിയൻ ഇല്ലേ? ആ റീജിയൻ നമ്മൾ എന്ത് പേര് കൊടുക്കുക? ഡിപ്ലീഷൻ ലെയർ കൊടുക്കുക. ഈ ഡിപ്ലീഷൻ ലെയർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇയാളെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഡിപ്ലീഷൻ ലെയർ എന്താണ്? ഇവിടുന്ന് ഹോൾസ് അങ്ങോട്ട് പോയി, ഇലക്ട്രോൺസ് അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അതല്ലടാ കോൺസെപ്റ്റ്. ഹോള് ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇലക്ട്രോൺസ് അവിടുന്ന് ഇങ്ങോട്ട് വന്നു, രണ്ടാളും കൂടി റീകമ്പൈൻ ചെയ്തു, ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്കൊരു ഇമ്മൊബൈൽ എന്ന് പറഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യാൻ സാധിക്കാത്ത. ദാറ്റ് മീൻസ് ആദ്യം ഡിഫ്യൂഷൻ നടന്നു. ഇപ്പൊ ഡിഫ്യൂഷൻ സ്റ്റോപ്പായി. എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവാനുള്ള കാരണം? ഇവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായി അല്ലെ? ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവാനുള്ള കാരണം ഇവിടെ എന്തുണ്ടായി? ഒരു ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി. അതിനെ നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്ലീഷൻ ലെയർ എന്ന് പറയാം. ക്ലിയർ ആണോ? ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. ആ ഡിപ്ലീഷൻ ലെയറിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. ക്ലിയർ? അപ്പൊ എന്ത് സംഭവിക്കും? ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. അപ്പൊ എന്താണ്? ഇറ്റ് ബ്ലോക്സ് further flow of majority charge carriers. It blocks the further flow of majority charge carriers. That is diffusion stop. That is diffusion stop. Clear ആണോ കോൺസെപ്റ്റ്? ഇപ്പോൾ ആദ്യം ഡിഫ്യൂഷൻ നടന്നപ്പോൾ ഇവിടെ നെഗറ്റീവ് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. കാരണം അവിടുന്ന് ഹോൾ അങ്ങോട്ട് പോയാൽ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടാവും. എന്നിട്ട് ആ ഇലക്ട്രോണും ഹോളും കൂടി ജംഗ്ഷനിൽ റീകമ്പൈൻ ചെയ്തു, ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിപ്ലീഷൻ ലെയർ കിട്ടി. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ പ്രത്യേകത എന്താണ്?
എന്താണ് ഒരു ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയനാണ് ഉണ്ടാക്കുക. കാരണം പിന്നെ ചാർജിന് ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ ആരുണ്ട് ശരിക്കും, ഇവിടെ ഹോൾ ഉണ്ട്, ആ ഹോളിൽ പിന്നെ അങ്ങോട്ട് നീങ്ങാൻ പറ്റൂല. അതേപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, അവർക്ക് ഇങ്ങോട്ടും വരാൻ സാധിക്കില്ല. കാരണം ഇയാൾ ഒരു വെരി ഹൈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആദ്യം ഡിഫ്യൂഷൻ നടന്നു, ഡിഫ്യൂഷൻ നടന്നിട്ടൊരു ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി. അപ്പൊ ജംഗ്ഷനിലെ നെറ്റ് സീറോ ആയി പോയി. ആ റീജിയനെ നമ്മൾ എന്തെന്ന് പറയാ, ഡിപ്ലീഷൻ ലെയർ. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കുന്നില്ല, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൽ പിന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പിന്നെ ഇവിടെയുള്ള ഹോൾസിന് ഇങ്ങോട്ട് പോകാനോ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാനോ സാധിക്കുന്നില്ല. കാരണം ഇയാളൊരു വെരി ഹൈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ റീജിയനെ നമ്മൾ എന്തെന്ന് പറയാ, ഡിപ്ലീഷൻ ലെയർ. അപ്പൊ ഇറ്റ് ബ്ലോക്സ് ഫർദർ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അത് ഡിഫ്യൂഷൻ എന്തായി, ഡിഫ്യൂഷൻ ഇയാൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അവിടെ ക്ലിയർ ആണോ? ഡിഫ്യൂഷൻ ഇയാൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം ഹോൾ ഡിഫ്യൂഷൻ ആയിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഓരോ പോയിന്റും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്താണ് ശരിക്കും, ഹോൾ ഡിഫ്യൂഷൻ. അപ്പൊ ഇത് ചിത്രം കൃത്യമായിട്ട് വരയ്ക്കും. ഇത് ഹോൾ ഡിഫ്യൂഷൻ ആദ്യം. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, കൺഫ്യൂഷൻ വേണ്ട, അത് പി, ഇത് എൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, ഇലക്ട്രോണിന്റെ ഡിഫ്യൂഷൻ നടന്നു ആദ്യം, അല്ലേ? അപ്പൊ ആദ്യം പിന്ന് എന്നിലേക്ക് ഹോൾ ഡിഫ്യൂഷൻ നടന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണിന്റെ ഡിഫ്യൂഷൻ നടന്നു, ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. ഇപ്പൊ ആരെ സ്റ്റോപ്പ് ചെയ്തു, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ ഇനി സാധിക്കില്ല. കാരണം അവിടെ ആര് ഫോം ചെയ്തു, അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ അല്ലേ? കാരണം ഈ പി എൻ ജംഗ്ഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആയി. ദാറ്റ് മീൻസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ടായി, ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും ഉണ്ടായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ ജംഗ്ഷനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്കറിയാം എപ്പോഴും എവിടുന്ന് എങ്ങോട്ടേക്കാണ്, എടാ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, അറ്റ് ജംഗ്ഷൻ ഡെവലപ്പ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റഡ് ഫ്രം എൻ ടു പി. ശരിയാണോ? ഡയറക്റ്റഡ് ഫ്രം എൻ ടു പി. ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ, മൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൊബൈൽ സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി ആ ജംഗ്ഷനിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, എടാ ഇവിടെയൊക്കെ പ്ലസ് അല്ലേ, ഇവിടെ ആരാണ്, മൈനസ്. പ്ലസും മൈനസും ഒരു സെപ്പറേഷൻ, കാരണം ഇവിടെ ക്യാൻസൽ ആയി പോയി. ഡിപ്ലീഷൻ ലെയറിൽ മൊത്തം ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസും, ഒരു പ്ലസും മൈനസും വന്നാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാണ്, എൻ നിന്ന് പിയിലേക്കാണ്, എൻ നിന്ന് പിയിലേക്കാണ്. ക്ലിയർ? അപ്പൊ എന്ത് സംഭവിച്ചു, അവിടെ ഒരു പൊട്ടൻഷ്യൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവില്ലേ? ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ പ്ലസും മൈനസും കാരണം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, അതിൽ ആരാണ് ഹൈ പൊട്ടൻഷ്യൽ, എടാ പ്ലസ് വരുന്ന ആളല്ലേ ഹൈ പൊട്ടൻഷ്യൽ. അപ്പൊ എന്ത് സംഭവിക്കും, എൻ ഹൈ പൊട്ടൻഷ്യൽ ആവും, എൻ ഹൈ പൊട്ടൻഷ്യൽ ആവും, പി എന്തും വരും, ലോ പൊട്ടൻഷ്യൽ ആവും. മനസ്സിലായോ? എടാ ശ്രദ്ധിക്കുക, ഈ പ്ലസും മൈനസും കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. അത് മനസ്സിലായല്ലോ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ആരാണ് ഹൈ പൊട്ടൻഷ്യൽ, നോക്ക്, ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് ഹൈ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് എൻ ഹൈ പൊട്ടൻഷ്യൽ, പി ആരുമായി, ലോ പൊട്ടൻഷ്യലുമായി അല്ലെ? അപ്പൊ ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ആരെ പിന്നെ കടത്തി വിടുന്നില്ല, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. കാരണം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇപ്പൊ ഫ്ലോ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ എന്താണ്, ദിസ് പൊട്ടൻഷ്യൽ ബ്ലോക്ക് ഡിഫ്യൂഷൻ, ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ശ്രദ്ധിക്കുക, കാരണം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്ത്, ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഫ്യൂഷൻ നടക്കുന്നില്ല, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് പൊട്ടൻഷ്യൽ ബ്ലോക്ക് ഡിഫ്യൂഷൻ. കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു, ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു, ബ്ലോക്ക് ഡിഫ്യൂഷൻ, ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഈ പൊട്ടൻഷ്യൽ നമ്മൾ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയാം, പൊട്ടൻഷ്യൽ
ബാരിയർ. അപ്പൊ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പൊട്ടൻഷ്യലിനെ പറഞ്ഞ പേരെന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പൊട്ടൻഷ്യൽ കാരണം പിന്നെ ആർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല? ഡിഫ്യൂഷൻ നടക്കുന്നില്ല. ഡിഫ്യൂഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്ന പേരെന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ. ദിസ് ഇസ് കോൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് ഇത് എന്നും ഇത് എൻ പോസിറ്റീവ് അല്ലെ, ഇത് പി നെഗറ്റീവ്. ഇതാണ് ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ. ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ. കാരണം എൻ നമ്മൾ എന്തെടുത്തു? ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തു, പി ലോ പൊട്ടൻഷ്യൽ കൊടുത്തു. അപ്പൊ അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരെ ബ്ലോക്ക് ചെയ്തു? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്, ഹോൾ ഡിഫ്യൂഷനും ഇലക്ട്രോൺ ഡിഫ്യൂഷനും എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. അപ്പൊ പിന്നെ അവർക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് പറയാനുള്ള കാരണം? ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത്. അപ്പൊ ഇത് കൺഫ്യൂഷൻ വേണ്ട, ഇതുവരെ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ അതേപോലെ എഴുതിയിടുക. ഞാൻ അവസാനം ഒന്നുകൂടി ഇതിന്റെ വർക്കിംഗ് കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, ഇപ്പൊ എന്തായാലും ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഈ ബാരിയർ പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ ആരായിട്ട് ആക്ട് ചെയ്തു? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അയാൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കടത്തിവിടുന്നില്ല. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനൊക്കെ അയാൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു അല്ലെ. ഇതാണ് ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ? പക്ഷേ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ? എടാ, ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം പ്ലസും മൈനസും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായോ ഇല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. പക്ഷേ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരെ ബ്ലോക്ക് ചെയ്തു? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കടത്തിവിടുന്നില്ല. പക്ഷേ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് പോയിക്കൂടെ? കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റും. എടാ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർജിന് ഫ്ലോ ചെയ്യാൻ സാധിക്കില്ലേ? പക്ഷെ ഏത് ചാർജിനൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല? മെജോറിറ്റി. മെജോറിറ്റി എന്നാൽ ഹോളിന് പിന്ന് എന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇലക്ട്രോൺ എന്നിന്ന് പിയിലേക്കും വരാൻ പറ്റുന്നില്ല. കാരണം ഈ ഡിപ്ലീഷൻ ലെയർ ഒരു ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഇനി ഫ്ലോ ചെയ്യാൻ പറ്റൂല. ദാറ്റ് മീൻസ് ഡിഫ്യൂഷൻ ഇനി നടക്കൂല. പക്ഷേ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. അപ്പൊ due to potential difference or electric field, drift take place. Drift മാറിപ്പോയത് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് എന്താണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ആണ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് മീൻസ് ഫ്ലോ ഓഫ് minority charge carriers. Drift means flow of minority charge carriers. അപ്പോൾ ശ്രദ്ധിക്കുക, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. പക്ഷേ മൈനോറിറ്റി എന്നാൽ എൻ റീജിയനിൽ ആരാണ് മൈനോറിറ്റി? എൻ റീജിയനിൽ ആരാണ് മെജോറിറ്റി? ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പി റീജിയൽ ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവർക്ക് രണ്ടാൾക്കും ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല പൊട്ടൻഷ്യൽ ബാരിയർ കാരണം. പക്ഷേ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അല്ലെ ഡ്രിഫ്റ്റിനെ കടത്തിവിടും. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പൊ പറ, ആരാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്? എന്നിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ്. അതേപോലെ തന്നെ ഹോൾസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഫ്രം പി ടു എൻ. അതേപോലെ തന്നെ ഹോൾ ഡ്രിഫ്റ്റ് ഫ്രം എൻ ടു പി. ഇതവിടെ സംഭവിക്കും. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഫ്രം പി ടു എൻ. കാരണം പിയില് ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, അതാണ് ബ്ലോക്ക് ആയത്. പക്ഷെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം. അപ്പോൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഫ്രം പി ടു എൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഹോൾ ഡ്രിഫ്റ്റ് ഫ്രം എൻ ടു പിയും പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ എന്ത് കാണിക്കുക? എടി, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് വരും? രണ്ട് ആരോ മാർക്ക് അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുക. ഇതെന്താ കാണിക്കുന്നത്? ഇത് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ആണ്. ഇതാരാണ്? ഹോൾ ഡ്രിഫ്റ്റ് ആണ്. മാറിപ്പോയത് ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും. ക്ലിയർ ആണോ? അപ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഇലക്ട്രോൺ ഡ്രിഫ്റ്റും ഹോൾ ഡ്രിഫ്റ്റും ഉണ്ടായി. ഇനി നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം എന്ത് സംഭവിക്കും?
ഡിഫ്യൂഷൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട്. സോ നെറ്റ് കറണ്ട് എന്താവും? നെറ്റ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു 0. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എടാ നോക്കുക, എടാ ഹോൾ ഡിഫ്യൂഷൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക്, അതിന് ഓപ്പോസിറ്റ് ആണ് ഹോൾ ഡ്രിഫ്റ്റ്. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക്, അപ്പോൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ്. ദാറ്റ് മീൻസ് രണ്ട് കറണ്ട് ഉണ്ട്, ഒന്ന് ഡിഫ്യൂഷൻ കറണ്ടും ഒന്ന് ഡ്രിഫ്റ്റ് കറണ്ടും. ഡിഫ്യൂഷൻ കറണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം, ഡ്രിഫ്റ്റ് കറണ്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം, പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നെറ്റ് കറണ്ട് എന്തായിരിക്കും? സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് കറണ്ട് എന്തായിരിക്കും? 0. കാരണം ഡിഫ്യൂഷൻ കറണ്ടിന് ആര് ബാലൻസ് ചെയ്യും? ഡ്രിഫ്റ്റ് കറണ്ട് ബാലൻസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തുമ്പോഴേ ബാലൻസ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ആണ് ഡോമിനേറ്റ് ചെയ്യുക. എന്താവും? നെറ്റ് കറണ്ട് എന്താവും? 0 ആവും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? എടാ ഇതിനെ നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ പറയാ? പി എൻ ജംഗ്ഷൻ. ക്ലിയർ? നമ്മൾ സാധാരണ പി എൻ ജംഗ്ഷന്റെ സിമ്പൽ, പി എൻ ജംഗ്ഷന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ പി എൻ ജംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെ പറയും. പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഇതാണ് സിമ്പൽ. ഇത് പി ആയിരിക്കും, ഇത് എൻ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇതാണ് സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പൽ. നമ്മൾ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഇതിന് പകരം നമ്മളൊരു സിമ്പലായിട്ട് ഇങ്ങനെയാണ് കാണിക്കാറ്. ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ആരോ. ഈ ആരോ വരുന്ന റീജിയൻ എൻ ആയിരിക്കും, ഇത് പി. കാരണം പിയും എന്നും കൂടി ജോയിൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പി എൻ ജംഗ്ഷൻ കിട്ടുക. അപ്പൊ ഇതാണ് ഒരു പി എൻ ജംഗ്ഷന്റെ സിമ്പൽ. ഇത് പി, ഇത് എൻ. ഈ ലോങ് ആരോ വരുന്നത്, ലൈൻ വരുന്നത് എൻ, ഇത് പി. അപ്പൊ അതാണ് പി എൻ ജംഗ്ഷന്റെ റെപ്രസെന്റേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ വേണ്ട. എന്താണ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഹാഫ് പി ടൈപ്പും ഒരു ഹാഫ് എൻ ടൈപ്പും വരുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ എന്തെന്ന് പറയാ? പി എൻ ജംഗ്ഷൻ. പി റീജിയനിൽ ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ റീജിയനിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. ഡിഫ്യൂഷൻ എന്താ അർത്ഥം? ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ഡിഫ്യൂഷൻ. അപ്പൊ ആദ്യം എന്ത് സംഭവിക്കും? ഹോൾസ് പി എന്നിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഹോൾസ് ഡിഫ്യൂസ് ഫ്രം പി ടു എൻ. അതേസമയം ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ഫ്രം എൻ ടു പി, അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ റീകമ്പൈൻ ചെയ്യും. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. ജംഗ്ഷനിൽ നെറ്റ് 0 ആവും. അതിനെ നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഹോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്യും, കമ്പൈൻ ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും, ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഇങ്ങനെ ഒരു റീജിയൻ കിട്ടും. നെറ്റ് ചാർജ് 0 വരുന്ന റീജിയൻ കിട്ടും. അതിനെ നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്ലീഷൻ ലെയർ. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഓക്കെ. ഈ ഡിപ്ലീഷൻ ലെയർ ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആയിരിക്കും. ഡിപ്ലീഷൻ ലെയർ എന്തായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആയിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടുന്ന് ഹോൾ അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു നെഗറ്റീവ് റീജിയൻ ക്രിയേറ്റ് ചെയ്യും. ശരിയല്ലേ? അതേപോലെ തന്നെ ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഒരു പോസിറ്റീവ് റീജിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ നെഗറ്റീവും പോസിറ്റീവും. മനസ്സിലായോ? അപ്പോൾ ഹോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി. ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് നെറ്റ് ചാർജ് ഒക്കെ 0 ആയി, ഡിപ്ലീഷൻ ലെയർ കിട്ടി. ക്ലിയർ ആണോ? ഈ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പിന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. എടാ ഇവിടെ ഇത് പ്ലസ്, ഇത് മൈനസ്, അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? എൻ നിന്ന് പിയിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എൻ നിന്ന് പിയിലേക്ക്. ശരിയല്ലേ? എൻ നിന്ന് പിയിലേക്ക് ഉണ്ടായി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്താ സംഭവിക്കുക? എൻ ഹൈ പൊട്ടൻഷ്യലും പി ലോ പൊട്ടൻഷ്യലും. കാരണം പ്ലസ് ഹൈയും മൈനസ് ലോയും അല്ല എടുക്കുക. അപ്പൊ എൻ ഹൈ പൊട്ടൻഷ്യലും പി ലോ പൊട്ടൻഷ്യലും, അല്ലെ? എൻ ഹൈ പൊട്ടൻഷ്യൽ, പി ലോ പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യൽ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിപ്ലീഷൻ ലെയറിലെ പൊട്ടൻഷ്യൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം? അയാൾ പിന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കടത്തി വിടുന്നില്ല. ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് പേരാ പറയാ? ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായ പിന്നെ എന്താ പ്രശ്നം? ഇവിടെയുള്ള ഹോൾസിന് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇലക്ട്രോൺസിന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഹോളില്ലേ, പ്ലസിന് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക? ബാരിയർ പൊട്ടൻഷ്യൽ. ഇതാണ് ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ. ക്ലിയർ? അപ്പൊ പിന്നെ ഡിഫ്യൂഷൻ സ്റ്റോപ്പായി. ഡിഫ്യൂഷൻ എന്തായി? അവസാനിച്ചു. അത് ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ വേറൊരു കാര്യം സംഭവിക്കും, ഡ്രിഫ്റ്റ്. ആ ഡ്രിഫ്റ്റ് സംഭവിക്കാനുള്ള കാരണം എന്താണ്?
ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് മൈനോറിറ്റിയാണ്. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഹോൾ ഡിഫ്യൂഷൻ, അവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ. പക്ഷേ ആദ്യം കുറച്ച് നേരം അത് നടക്കും, പിന്നെ അത് സ്റ്റോപ്പായി. ഇനി ഡ്രിഫ്റ്റ് നടക്കും. ഡ്രിഫ്റ്റ് എന്ന് എന്താണ്? ഇത് പ്ലസും മൈനസും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റും. പക്ഷേ ചാർജിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ആർക്കേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്. കാരണം മെജോറിറ്റിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി മൈനോറിറ്റിയെ ബാക്കിയുള്ളൂ. മൈനോറിറ്റിയെ ആര് സഹായിക്കും? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ആരാണ് മൈനോറിറ്റി? ഹോള്. ഇവിടെ ആരാണ് മൈനോറിറ്റി? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് പിന്ന് എന്നിലേക്ക് ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് നടക്കും, എന്നിന്ന് പിയിലേക്ക് ഹോളിന്റെ ഡ്രിഫ്റ്റും നടക്കും. ക്ലിയർ അല്ലേ? അതാണ് ഇത് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ്, ഇത് ഹോൾ ഡ്രിഫ്റ്റ്. പക്ഷേ ഇക്വിലിബ്രിയം ആകുമ്പോൾ നെറ്റ് എന്താവും? 0 ആവും. അപ്പോൾ ഇവിടെ എന്തില്ല? നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? ഇതാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുന്ന ടേമുകളൊന്ന് ഡിപ്ലീഷൻ ലെയർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഡിഫ്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഡ്രിഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഹോൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഉണ്ട്, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഉണ്ട്, ഹോൾ ഡ്രിഫ്റ്റ് ഉണ്ട്. പിന്നെ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്? ഈ ഹൈറ്റ്. എൻ എന്തുകൊണ്ടാണ് ഹൈ വരാനുള്ള കാരണം, പി എന്തുകൊണ്ടാണ് ലോ വരാനുള്ള കാരണം ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? പി എൻ ജംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പി എൻ ജംഗ്ഷൻ പറഞ്ഞു അല്ലേ? പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ആ പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്തു, ഡിപ്ലീഷൻ ലെയർ ഉണ്ടായി, ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും നടന്ന അവിടുത്തെ നെറ്റ് കറണ്ട് എന്തായി? 0 ആയി. അപ്പോൾ അതിൽ കാര്യമില്ല. കാരണം നമ്മൾ പി എൻ ജംഗ്ഷൻ ഉപയോഗിച്ച് എന്ത് വേണം? സെമി കണ്ടക്ടർ ഉപയോഗിച്ച് നമുക്ക് കണ്ടക്ടിവിറ്റി കറണ്ടിലേക്ക് എത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് ബയാസിങ്. ഈ ബയാസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്, കണക്ട് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് to an external source. അപ്പം നിങ്ങളതിലിപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട് നീക്കി. ആ പി എൻ ജംഗ്ഷൻ ഞാൻ നേരത്തെ ഒരു കണക്ഷനും നടത്തിയിട്ടില്ല. പി എൻ ജംഗ്ഷൻ്റെ അകത്ത് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത പ്രോസസ്സാണ് ബയാസിങ്. ബയാസിങ് എന്താ വെച്ചാൽ നിങ്ങൾ ആ പി എൻ ജംഗ്ഷൻ എടുക്കുക, അതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് നമ്മൾ ബയാസിങ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ എടുക്കുക, ആ പി എൻ ജംഗ്ഷനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? ബയാസിങ്. ഇത് 2 വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഫോർവേഡ് ബയാസിങ് ഉണ്ട്, റിവേഴ്സ് ബയാസിങ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ സോഴ്സിലേക്ക് നമ്മൾ 2 വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ബയാസിങ് 2 വിധത്തിൽ ചെയ്യാം. FB, ഫേസ്ബുക്ക് അല്ല. ഫോർവേഡ് ബയാസിങ് RB എന്താണ്? റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുള്ള പി എൻ ജംഗ്ഷൻ നിങ്ങൾക്ക് ബാറ്ററിയിലേക്ക് 2 വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന് ഫോർവേഡ് ബയാസിങ്, അടുത്താണെന്ത്? റിവേഴ്സ് ബയാസിങ്. ക്ലിയർ ആണോ? അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിങ് ആണ്. അപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിങ്, FB, ഒരു പി എൻ ജംഗ്ഷന്റെ ഫോർവേഡ് ബയാസിങ് ആണ്. ഓക്കെ, പി എൻ ജംഗ്ഷന്റെ ഫോർവേഡ് ബയാസിങ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വരയ്ക്കുന്നില്ല, ശ്രദ്ധിക്കുക. ഇതാണ് ആര്? ഒരു പി റീജിയൻ അല്ലേ? സ്വാഭാവികമായിട്ടും ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ, ഇതാണ് ഡിപ്ലീഷൻ ലെയർ അല്ലെ? ഇതാണ് ഡിപ്ലീഷൻ ലെയർ, ശരിയല്ലേ? പിന്നെ നമുക്കറിയാം എന്തുണ്ട്? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ബാരിയർ പൊട്ടൻഷ്യൽ ഡയറക്ഷൻ അതാണ് BB എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ. അതെപ്പോഴും നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് അല്ലേ? N നിന്ന് പിയിലേക്കാണ് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫോർവേഡ് ബയാസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് ബയാസിങ്ങിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി connect to P side, negative terminal of battery connect to N side. അതിനെ നമ്മൾ സാധാരണ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആവാൻ എന്ത് ചെയ്യണം? ഈ പി റീജിയൻ നിങ്ങൾ ബാറ്ററീൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, എൻ റീജിയൻ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോഴാണ് ഇത് എന്താവുക? ഫോർവേഡ് ബയാസിങ് ആവുക. അപ്പോൾ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ. ആ പി എൻ ജംഗ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്ത് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയാ? ബയാസിങ് എന്ന് പറയാം. അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിങ് ആണ്. ഫോർവേഡ് ബയാസിങ് ആവണമെങ്കിൽ പി ആരുമായിട്ട് കണക്ട് ചെയ്യുക? പോസിറ്റീവ്. എൻ ആരുമായിട്ട് കണക്ട് ചെയ്യുക? നെഗറ്റീവ്. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ വോൾട്ടേജ്.
ക്ലിയർ? ഈ ഒരു പ്രോസസ്സിനാണ് ഫോർവേഡ് ബയാസിങ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ് എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ? പി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുക? ഫോർവേഡ് ബയാസിങ്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പൊ എന്തുണ്ട്? വി ബി എന്തുണ്ട്? വി ബി ആണ് നമ്മളെ ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ ശരിയല്ലേ? എടാ വി ബി എന്ന് പറഞ്ഞ സംഭവം ഓൾറെഡി അവിടെ ഉണ്ട്. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും. അത് എൻ നിന്ന് പിയിലേക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ വി ബിയുടെ ഡയറക്ഷൻ എൻ ടു പി. ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്? എൻ ടു പി അല്ലെ? ബാരിയർ പൊട്ടൻഷ്യൽ എപ്പോഴും എൻ നിന്ന് പിയിലേക്കാണ്. നമ്മൾ ഓൾറെഡി പി എൻ ജംഗ്ഷന്റെ ഫോർമേഷനിൽ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ടായി? വി എന്താണ്? നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ്. വി എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ്. വി അപ്ലൈഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ആണ് അല്ലേ? അവിടെ അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക? അതിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്ക്. സാധാരണ പ്ലസിൽ നിന്ന് മൈനസിലേക്കല്ലേ? എടാ ഡയറക്ഷൻ പ്ലസ് എന്ന്. അപ്പൊ നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരിക? അപ്ലൈഡ് വോൾട്ടേജിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എൻ ടു പി ആയിരിക്കും. ശരിയാണോ? എൻ ടു പി അല്ല, പി ടു എൻ. ക്ലിയർ ആണോ? എടാ മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം എൻ നിന്ന് പിയിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ തന്നെ പറഞ്ഞു. ക്ലിയർ? ഇപ്പൊ നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജ് പ്ലസ് ടു മൈനസ്, പ്ലസ് ഇതാണ്, മൈനസ്. അപ്പോൾ ഡയറക്റ്റഡ് ഫ്രം പി ടു എൻ ആണ്. പി ടു എൻ ആണ്. അപ്പൊ രണ്ട് വോൾട്ടേജും ഒരേ ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ? എടാ നിങ്ങളെ ബാരിയർ പൊട്ടൻഷ്യൽ എൻ ടു പി, അപ്ലൈഡ് പൊട്ടൻഷ്യൽ പി ടു എൻ ഒരേ ഡയറക്ഷനിലാണോ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? എടാ നെറ്റ് പൊട്ടൻഷ്യൽ എന്താ സംഭവിക്കുക? നെറ്റ് പൊട്ടൻഷ്യൽ വി ബി മൈനസ് വി ആണ് വരിക. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ? നിങ്ങൾ അപ്ലൈഡ് പൊട്ടൻഷ്യലും ബാരിയർ പൊട്ടൻഷ്യലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എന്താ സംഭവിക്കുക? വി ബി മൈനസ് വി. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഡിപ്ലീഷൻ ലെയറിന് എന്തെങ്കിലും സംഭവിക്കും? എടാ ഈ പൊട്ടൻഷ്യൽ കാരണല്ലേ എന്ത് സംഭവിച്ചത്? ഈ പൊട്ടൻഷ്യൽ, ഈ ബാരിയർ പൊട്ടൻഷ്യൽ കാരണല്ലേ ഡിപ്ലീഷൻ ലെയർ ഒക്കെ അവിടെ ഉണ്ടായത്. ഇപ്പൊ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങിയില്ലേ? അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ തുടങ്ങും? നെറ്റ് പൊട്ടൻഷ്യൽ കുറയാൻ തുടങ്ങും. നെറ്റ് പൊട്ടൻഷ്യൽ കുറയാൻ തുടങ്ങിയാൽ വിഡ്ത്ത് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? കാരണം നിങ്ങളെ നെറ്റ് പൊട്ടൻഷ്യൽ എന്തായി? വി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു പൊട്ടൻഷ്യൽ വന്നു. അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? കുറഞ്ഞു. അല്ല, നെറ്റ് പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? വിഡ്ത്ത് കുറയാൻ തുടങ്ങും അല്ലെ? കാരണം ഈ പൊട്ടൻഷ്യൽ ബാരിയർ കാരണമാണ് അയാൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ പൊട്ടൻഷ്യൽ കുറയാൻ തുടങ്ങി. അപ്പൊ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയറോ, ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയറും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച ആ സാധനം, ഇതിന്റെ ഹൈറ്റ് കുറയും. ഇതാണ് എൻ, ഇതാണ് പി, ഇതാണ് ഹൈറ്റ്. എടി ഈ ഹൈറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? നേരത്തെ നമ്മൾ നല്ല ഹൈറ്റ് വരച്ചില്ലേ? ഇപ്പൊ ഹൈറ്റ് കുറയാൻ തുടങ്ങി. ഹൈറ്റ് കുറയാനുള്ള കാരണം എന്താണ്? എടാ ഹൈറ്റ് കുറയാനുള്ള കാരണം എന്താണ്? ഹൈറ്റ് കുറയാനുള്ള കാരണം എന്താണ്? ഈ വിഡ്ത്ത് കുറഞ്ഞു. വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ ഹൈറ്റ് എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ബാരിയറിന്റെ ഹൈറ്റ് കുറയും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? അങ്ങനെ അവസാനം കൂടി ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ഡിപ്ലീഷൻ ലെയർ അങ്ങോട്ട് വാനിഷ് ആവും. പിന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ കാരണം എന്താ സംഭവിക്കുക? ഈ ഡിപ്ലീഷൻ ലെയർ ആരെ കടത്തിവിടുന്നില്ല? ഈ ഡിപ്ലീഷൻ ലെയർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കടത്തിവിടുന്നില്ല. പക്ഷേ നമ്മൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തപ്പോൾ ഇയാളെ വിഡ്ത്ത് കുറയാൻ തുടങ്ങി. ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കുറയാൻ തുടങ്ങിയാൽ ഡിപ്ലീഷൻ ലെയറിന്റെ സൈസ് കുറഞ്ഞു വരികയാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും അല്ലേ? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിഫ്യൂഷൻ. ദാറ്റ് മീൻസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. റിസൾട്ട് ഇൻ ഫ്ലോ ഓഫ് majority charge carriers. Majority charge carriers result in flow of majority charge carriers. That means forward current.
അതിന് നമ്മൾ ഫോർവേഡ് കറണ്ട് എന്ന് പറയാം. അത് സാധാരണ മില്ലി ആംപിയറിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. നമുക്ക് ഫോർവേഡ് കറണ്ട് കിട്ടും. ആ ഫോർവേഡ് കറണ്ട് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാറ്? മില്ലി ആംപിയർ. അപ്പൊ എന്തുകൊണ്ടാണ് ഫോർവേഡ് കറണ്ട് കിട്ടാനുള്ള കാരണം? ഇപ്പൊ മെജോറിറ്റി ശരിക്കും ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും. കാരണം എന്താണ്? ആ ഡിപ്ലീഷൻ ലെയറും പൊട്ടൻഷ്യൽ ബാരിയറും കാരണം. ഇപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തപ്പോൾ ആ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കുറയാൻ തുടങ്ങി. അതിന് കാരണം എന്താണ്? നെറ്റ് പൊട്ടൻഷ്യൽ കുറയാണ്, വി ബി മൈനസ് വി ഐ. അപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ ഈ സൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിപ്ലീഷൻ ലെയറിന്റെ സൈസ് ഇങ്ങനെ കുറയാൻ തുടങ്ങും. ഡിപ്ലീഷൻ ലെയറിന്റെ സൈസ് ഇങ്ങനെ കുറയാൻ തുടങ്ങും. കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് പോകാൻ പ്രശ്നമില്ല. കാരണം ഇയാൾ കാരണമാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് പോകാൻ സാധിക്കാത്തത്. ഇപ്പം അയാളുടെ സൈസ് കുറഞ്ഞു വന്നു. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മൾ ഫോർവേഡ് കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ എത്തി എന്ത് സംഭവിക്കും? അറ്റ് സെർട്ടൈൻ പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ. പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ. പൊട്ടൻഷ്യൽ ബാരിയർ ഡിപ്ലീഷൻ ലെയർ ഡിസപ്പിയർ. ഫോർവേഡ് കറണ്ട് ഇൻക്രീസസ് സഡൻലി. ഫോർവേഡ് കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമ്മുടെ സാധനം എന്താ പറയാ? ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഫോർവേഡ് ബയാസിംഗ് അറ്റ് എ സെർട്ടൈൻ പൊട്ടൻഷ്യൽ. ആ സെർട്ടൈൻ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്ന പേരാണ് നീ വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. ശ്രദ്ധിക്കുക, നീ വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. എന്താണ് ഈ നീ അല്ലെങ്കിൽ മാറിപ്പോയത് ടേം? നീ അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കുറയാൻ തുടങ്ങി. കുറഞ്ഞ് ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ഡിപ്ലീഷൻ ലെയർ അങ്ങോട്ട് ഡിസപ്പിയർ ആവും. പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ആയി. അതേപോലെ തന്നെ എന്തായി? അറ്റ് എ സെർട്ടൈൻ പൊട്ടൻഷ്യൽ ഡിപ്ലീഷൻ ലെയർ എന്താവും? ഡിസപ്പിയർ ആവും. പിന്നെ അവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവില്ല. അപ്പൊ അതിനാവശ്യമായ പൊട്ടൻഷ്യൽ നമ്മൾ എന്താ പറയാ? നീ വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. നീ വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. ദാറ്റ് മീൻസ് നമ്മളൊരു ഫോർവേഡിന്റെ ഗ്രാഫ് വരച്ചാൽ ഇവിടെ ഞാൻ ഐ എടുത്തു മില്ലി ആംപിയറിൽ. ഓക്കെ, ഇവിടെ വി എടുത്തു വോൾട്ട്, അല്ലെ? വി എടുത്തു വോൾട്ട്. ആദ്യം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? മീൻസ് ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ഇത് ഫോർവേഡിന്റെ ഗ്രാഫ് ആട്ടോ. ഗ്രാഫൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമുക്ക് കറണ്ട് സീറോ. പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് കൂടും. ഇവിടെ പെട്ടെന്ന് കറണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് കൂടും. ആ കറണ്ട് കൂടാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് കറണ്ട് കൂടാനുള്ള കാരണം ഇതിനെ നമ്മൾ സാധനം എന്ത് വോൾട്ടേജ് എന്ന് പറയാ? നീ വോൾട്ടേജ്. അപ്പൊ ഈ നീ വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് സാധാരണ ഫോർവേഡിന് നമുക്കൊരു ഗ്രാഫ് കിട്ടുക. ഫോർവേഡിന്റെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുക. ആദ്യം കറണ്ട് വളരെ കുറവാണ്. പെട്ടെന്നൊരു വോൾട്ടേജ് എത്തുമ്പോൾ ഒറ്റയടിക്ക് കറണ്ട് കൂടും. അത് കാരണം എന്താണ്? ഈ പോയിന്റ് എത്തിയപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ എന്തായി? അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ ഡിസപ്പിയർ ആയി. ദാറ്റ് മീൻസ് ആ വോൾട്ടേജ് ആണ് എന്ത്? നീ വോൾട്ടേജ്. ഈ നീ വോൾട്ടേജ് അറിഞ്ഞിരിക്കണം. ജെർമേനിയം അതേപോലെ തന്നെ സിലിക്കൺ. അപ്പോൾ ജെർമേനിയത്തിന്റെ നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. ഇത് 0.7 ആണ്. ദാറ്റ് മീൻസ് ജെർമേനിയത്തിന്റെ നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജ് ഫോർവേഡ് ബയാസിൽ 0.3 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ അയാളെ പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ആവും. ഫോർവേഡ് കറണ്ട് ഒറ്റയടിക്ക് കൂടും. ഓക്കെ, അതേപോലെ തന്നെ സിലിക്കൺ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സിലിക്കണിൽ നിങ്ങളെ ഫോർവേഡ് വോൾട്ടേജ് 0.7 അല്ലെ 0.7 എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാളെ പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ആവും, കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഫോർവേഡ് കറണ്ടാണ് കിട്ടുക. ഇതിൽ ഫോർവേഡ് ബയാസ് അത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് മില്ലി ആംപിയർ എന്ന് പറയാം. മില്ലി ആംപിയറിലാണ് റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായോ? നീ വോൾട്ടേജ് മനസ്സിലായോ? നീ വോൾട്ടേജ് എന്താണ്? ആ പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ്. ഇനി നമ്മൾ നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്. അത് ജെർമേനിയത്തിന് 0.3 വോൾട്ടാണ് നീ വോൾട്ടേജ്. സിലിക്കണ് 0.7. ഇതാണ് വരെ കട്ട് ഇൻ വോൾട്ടേജ്. ക്ലിയർ ആണോ ഫോർവേഡ് ബയാസ്ഡ്? ഓക്കെ, ആ ഫോർവേഡ് ബയാസ്ഡ് മനസ്സിലായാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് ബയാസ്ഡ് പറയാം. ശ്രദ്ധിക്കുക, ഫോർവേഡ് ബയാസിങ് നമ്മൾ പറഞ്ഞു. അടുത്താണ് RB, പി എൻ ജംഗ്ഷൻ്റെ. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ചിത്രം വരയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ചിത്രം എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയും കൂടി വരയ്ക്കാൻ കേട്ടോ. നേരത്തെ വരയ്ക്കാൻ മറന്നതാണ്. സാധാരണ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ക്ലിയർ? ഇത് P, ഇത് N അല്ലേ?
പി ഒരു പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ, അവിടെ കറണ്ട് മില്ലി ആംപിയറിൽ കിട്ടും. ഇതും ശരിക്കും ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ വരയ്ക്കാൻ മറന്നാണ്, പി എൻ ജംഗ്ഷൻ്റെ നേരെ ഇത് വരയ്ക്കണം. കാരണം നമ്മൾ ഇതാണ് അയാളുടെ സിമ്പൽ, നമ്മൾ ജനറൽ ആയിട്ട് വരച്ചു മാത്രം. ഇതാണ് അയാളുടെ സിമ്പൽ, ഇത് പി, ഇത് എൻ. പി പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക, എൻ നെഗറ്റീവ്. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് മില്ലി ആംപിയറിലാണ് അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്യുക. അപ്പോൾ ഇത് ചിത്രം കൂടി ഒന്ന് വരയ്ക്കാൻ കേട്ടോ, ഞാൻ നേരത്തെ വരയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പി എൻ ജംഗ്ഷൻ, ഇത് ഫോർവേഡ് ബയാസ്ഡ്. ഇനി അടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഒന്നുകൂടി വരയ്ക്കുക. എന്തായാലും പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അത് റിവേഴ്സ് ബയാസ്ഡ് ആർ ബി. പി എൻ ജംഗ്ഷന്റെ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസ് ആണ് ആദ്യം പി എൻ ജംഗ്ഷൻ വരയ്ക്കുക. ഇതാണ് പി, ഇതാണ് എൻ. ഇത് പി, ഇത് എൻ, ഇതാണ് നിങ്ങളുടെ ഡിപ്ലീഷൻ ലെയർ അല്ലേ. ഈ പി ആരുമായിട്ട് കണക്ട് ചെയ്യണം? പി നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക, എൻ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക? റിവേഴ്സ് ബയാസിങ്. ക്ലിയർ? അപ്പോൾ റിവേഴ്സ് ബയാസിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. പൊട്ടൻഷ്യൽ ബാരിയർ എങ്ങോട്ടാ വരിക? പൊട്ടൻഷ്യൽ ബാരിയർ വി ബി. വി ബിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടാണ്, എൻ ടു പി ആണ്. ശരിയല്ലേ? ക്ലിയർ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? പി കണക്ട് ടു പോസിറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് അല്ല നെഗറ്റീവ്. പി കണക്ട് ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ പി എന്ത് ചെയ്യുക? നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്നോ, എൻ കണക്ട് ടു പോസിറ്റീവ് ടെർമിനൽ. എൻ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ബയാസ്ഡ്? റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഇയാളെ വോൾട്ടേജ് എങ്ങോട്ടാണ് വരിക? വോൾട്ടേജ് ഇങ്ങോട്ടാണ് വരിക. കാരണം വോൾട്ടേജ് നമ്മൾ എപ്പോഴും പ്ലസ് നിന്ന് മൈനസിലേക്ക് കൗണ്ട് ചെയ്യുക. ഓൾറെഡി അവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്താൽ തന്നെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് എൻ നിന്ന് പിയിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജും ഇതേ ഡയറക്ഷൻ തന്നെയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ചിത്രം ഒന്നുകൂടി വരയ്ക്കണം നമ്മുടെ സിമ്പൽ വെച്ചിട്ട്. അപ്പോൾ സിമ്പൽ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുക? ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ്റെ സിമ്പൽ. ക്ലിയർ? ഇത് പി, ഇത് എൻ ആണോ? അതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, ഇതെന്ത് ചെയ്യുക? പി നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക, എൻ പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇതിന് മൈക്രോ ആംപിയർ ആണ്. കാരണം റിവേഴ്സ് ബയാസ്ഡാണ്. ഫോർവേഡ് ബയാസ്ഡിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണമാണ് കറണ്ട് കിട്ടുക, അപ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഡ്രിഫ്റ്റ് ആണ് നടക്കുക അല്ലേ. അപ്പോൾ നമുക്ക് മൈക്രോ, വളരെ കുറഞ്ഞ കറണ്ട് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഏത്? റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും എന്താണ് വി ബി. ആരാണ്? വി ബി ആണ് നമ്മളെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലേ. വി ബി ആണ് ബാരിയർ പൊട്ടൻഷ്യൽ. എവിടുന്ന് എങ്ങോട്ടേക്കാണ്? എൻ ടു പി. അത് എപ്പോഴും എൻ ടു പി ആണ്, ഏത് ബയാസ്ഡ് ആണെങ്കിലും അല്ലേ. കാരണം അത് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തപ്പോഴുള്ള സംഭവമാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇനി നിങ്ങളെ വി എന്താണ്? നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജ് ഏത് ഡയറക്ഷനിലേക്കാണ് നോക്ക്? അതും പ്ലസ് നിന്ന് മൈനസിലേക്ക്, എൻ ടു പി ആണ്. എൻ ടു പി. അപ്പോൾ നിങ്ങളെ എഫക്റ്റീവ് പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും? എടാ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്താവും? നേരത്തെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? കുറഞ്ഞു. ഇപ്പൊ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്താവും? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഈസ് വി ബി പ്ലസ് വി വരും. കാരണം രണ്ടാളും ഒരേ ഡയറക്ഷനിൽ കൂടൂലേ. ശരിയല്ലേ? എടാ ഇപ്പൊ നോക്ക്, നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജും ബാരിയർ വോൾട്ടേജും ഒരേ ഡയറക്ഷനിൽ വന്നില്ലേ. അപ്പൊ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടിയാൽ എന്താ പ്രശ്നം? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടിയാൽ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും, ബാരിയർ പൊട്ടൻഷ്യലിന്റെ ഹൈറ്റ് കൂടും. ശരിയാണോ? കാരണം ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുക? വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ, width of depletion layer increases. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും. പിന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ അതും കൂടും. ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ അതും കൂടും. ദാറ്റ് മീൻസ് ആ ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയറും കൂടും. ഇതാണ് ഹൈറ്റ്. ഇത് എൻ, ഇത് പി, ഇതാണ് ഹൈറ്റ്. ആ ഹൈറ്റും കൂടി. പൊട്ടൻഷ്യൽ ബാരിയറിന്റെ ഹൈറ്റും എന്തായി? കൂടി. ക്ലിയർ ആയോ? അപ്പൊ പിന്നെ ആർക്ക് എന്തായാലും ഫ്ലോ ചെയ്യാൻ പറ്റില്ല. എടാ ഫോർവേഡ് കറണ്ട് ഉണ്ടാവോ? ഇല്ല. കാരണം ഫോർവേഡ് കറണ്ട് ഉണ്ടാവില്ല.
അപ്പോൾ എന്താണ് നോ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കുഡ് നോട്ട് ഫ്ലോ. അവർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോർവേഡ് കറണ്ട് എന്താവും? ഫോർവേഡ് കറണ്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കുഡ് നോട്ട് ഫ്ലോ. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഒരിക്കലും ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. കുഡ് നോട്ട് ഫ്ലോ എന്നാട്ടോ. കുഡ് നോട്ട് ഫ്ലോ. അപ്പോൾ ഫോർവേഡ് കറണ്ട് എന്തായി? 0 ആയി. ഇവിടെ ഫോർവേഡ് കറണ്ട് 0 ആയാലും പക്ഷെ ആർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും? ഇവിടെ നെറ്റ് പൊട്ടൻഷ്യൽ കൂടിയാൽ മൈനോറിറ്റി ഡ്രിഫ്റ്റ് നടന്നൂടെ? അപ്പം എന്താ സംഭവിക്കുക? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ക്യാൻ ഫ്ലോ അല്ലേ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനാണ് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത. ഈ ബ്ലോക്ക് വളരെ കൂടി. പക്ഷെ എന്ത് സംഭവിച്ചു? ആ പൊട്ടൻഷ്യൽ കൂടി അല്ലേ? ദാറ്റ് മീൻസ് ഇത് പ്ലസ്, നമ്മൾ സാധാരണ ഇവിടെ പ്ലസും ഇത് മൈനസും, ഇത് ഭയങ്കര സ്ട്രോങ് ആയി. കാരണം എന്തായി? വി ബി പ്ലസ് വി ആയി. വി ബി പ്ലസ് വി ആയപ്പോൾ ഈ റീജിയൻ ഭയങ്കര സ്ട്രോങ് ആയി. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് പിന്നെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് സ്ട്രോങ് ആയ കാരണം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റൂലേ? സോ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ക്യാൻ ഫ്ലോ. ഡെവലപ്പ് വെരി സ്മോൾ കറണ്ട്. പക്ഷെ മൈനോറിറ്റി ആയ കാര്യം തന്നെ ആ കറണ്ട് എന്തായിരിക്കും? സ്മോൾ കറണ്ട് ആയിരിക്കും. അതാണ് റിവേഴ്സ് കറണ്ട്. അതാണ് റിവേഴ്സ് കറണ്ട് മൈക്രോ ആംപിയറിൽ. റിവേഴ്സ് കറണ്ട് മൈക്രോ ആംപിയറിൽ. ക്ലിയർ ആണോ? റിവേഴ്സ് കറണ്ട് മൈക്രോ ആംപിയർ. അപ്പോൾ ഇതാണ് സംഭവിക്കുക ഏത് കേസിൽ? റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ നമുക്ക് നിങ്ങളതിലുള്ള പി എൻ ജംഗ്ഷനിൽ നല്ല കറണ്ട് കിട്ടണമെങ്കിൽ അത് എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസ്ഡ്. എന്നാലേ മെജോറിറ്റി ചാർജ് കാരിയേഴ്സുകാരാണ് നമുക്ക് കറണ്ട് വേണ്ടത്. അപ്പോൾ എപ്പോഴും നിങ്ങളതിലുള്ള പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡിൽ കണക്ട് ചെയ്താലേ കറക്റ്റ് കറണ്ട് കിട്ടുള്ളൂ. റിവേഴ്സ് ബയാസിൽ കറണ്ട് വളരെ വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് I മൈക്രോ ആംപിയർ, V വോൾട്ട്. നമ്മൾ സാധാരണ കറണ്ട് നമുക്ക് വരുന്ന എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെയാണ് വരും, പിന്നെ ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ സാധാരണ സാച്ചുറേഷൻ കറണ്ട് പറയാം. ഇതിന് നമ്മൾ എന്താ പറയാ? സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട്. ആ സാച്ചുറേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അപ്ലൈഡ് വോൾട്ടേജ് എന്തായി? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങളെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ 10 ഉണ്ടെങ്കിൽ ആ 10 ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര പൊട്ടൻഷ്യൽ കൂട്ടിയിട്ടും കാര്യമില്ല. കാരണം ഫ്ലോ ചെയ്യാൻ ആരില്ല? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ല. അപ്പോൾ അത് സാച്ചുറേഷൻ കറണ്ടിലെത്തി അല്ലേ? അപ്പോൾ ഓൾ ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് drifted. All the minority charge carriers drifted. Again increase potential, no effect. No effect in current. അല്ലെ? അപ്പം എന്താണ് റിസൾട്ട്? All the minority charge carriers drifted. Again increase potential, no effect in current. അതിന് നമ്മൾ എന്താ പറയുക? സാച്ചുറേഷൻ കറണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയുക? സാച്ചുറേഷൻ കറണ്ട്. കാരണം അതിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞു. ഇപ്പൊ ഈ പി എൻ ജംഗ്ഷനിൽ ആകെ ഒരു 10 മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അത് ഓൾറെഡി നിങ്ങൾ ആ പൊട്ടൻഷ്യൽ കൂട്ടിയപ്പോൾ മൈനോറിറ്റി ചാർജേഴ്സ് 10 ആൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറണ്ട് കിട്ടി. പിന്നെ നിങ്ങൾ എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, 11-12 ആവില്ല. കാരണം അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ആ കറണ്ട് ആരാവും? കോൺസ്റ്റന്റ് ആവും. അതിന് നമ്മൾ എന്താ പറയുക? സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരാനുള്ള കാരണം അല്ലേ? കാരണം മൈനോറിറ്റി ചാർജേഴ്സ് ഫ്ലോ ചെയ്ത് 10 ആളും വന്നാൽ പിന്നെ ആ കറണ്ട് എന്തായി? കോൺസ്റ്റന്റ് ആയി. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക? റിവേഴ്സ് ബയാസ് എന്ന് പറയാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുവരെ മനസ്സിലായല്ലോ അല്ലെ? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സുകളുടെ കറണ്ട് വളരെ സ്മോൾ ആയിരിക്കും. ആ എണ്ണം വളരെ കുറവായ കാരണം നിങ്ങൾ പിന്നെ പൊട്ടൻഷ്യൽ എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? പക്ഷെ ഇവിടെ വേറൊരു കാര്യം സംഭവിക്കും. അറ്റ് എ സെർട്ടൈൻ പൊട്ടൻഷ്യൽ, current സഡൻലി ഇൻക്രീസസ്. കറണ്ട് ഒറ്റയടിക്ക് കൂടും. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പം ഇതാണ് പ്രതീക്ഷിക്കുക അല്ലെ? ഇതാണ് ശരിക്കും ഗ്രാഫിന്റെ ഷേപ്പും. എന്താ സംഭവിക്കുക? ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി അല്ലെ? ഇത് സാച്ചുറേഷൻ കണ്ടിലെത്തി. ഇനി മൈനോറിറ്റിക്ക് വരാനില്ല.
പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ കറണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങോട്ട് കൂടും, ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൂടും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് കൂടാനുള്ള കാരണം? അപ്പോൾ ഇവിടെ എത്തുന്ന പ്രശ്നമില്ലല്ലോ. ഇവിടെ എത്തുന്ന എന്താ സംഭവിക്കുക? മൈനോറിറ്റി ജാതിയാസിന് എണ്ണം 10 ഉള്ളൂന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ കൂട്ടി 10 ആൾക്കാരും വന്നു കഴിഞ്ഞു. നിങ്ങൾ എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, 10 തന്നെ കറണ്ട് കോൺസ്റ്റന്റ്. പെട്ടെന്ന് എത്തിയപ്പോൾ മുമ്പ് എന്തായി? കൂടി. ഇതിന് കാരണം എന്ന് വെച്ചാൽ സെർട്ടൈൻ പൊട്ടൻഷ്യൽ കറണ്ട് ഇൻക്രീസസ് സഡൻലി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്താണ്? നിങ്ങളെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വി ബി പ്ലസ് വി അല്ലേ? അത് കൂടല്ലേ? കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആവും. ശരിയല്ലേ? കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായില്ലേ? ഈ പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. അവിടുത്തെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? ഇലക്ട്രിക് ഫീൽഡ് വെരി സ്ട്രോങ്. ഇലക്ട്രിക് ഫീൽഡ് എന്താവും? വെരി സ്ട്രോങ്. സോ സം covalent bond in depletion region break itself, so I increases suddenly. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? മീൻസ് ഒരു എഫക്റ്റീവ് പൊട്ടൻഷ്യൽ നിങ്ങൾ അങ്ങനെ കൂട്ടി, അപ്പോൾ സാച്ചുറേഷൻ കറണ്ട് തന്നെ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ എത്തിയപ്പോൾ കറണ്ട് ഒറ്റയടിക്ക് കൂടി. കറണ്ട് ഒറ്റയടിക്ക് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ ആ പൊട്ടൻഷ്യൽ കൂടിയപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയി. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയപ്പോൾ ആ സ്ട്രെങ്ത് കാരണം അവിടെയുള്ള ചില കൊവാലന്റ് ബോണ്ട് അങ്ങോട്ട് സ്വയം ബ്രേക്ക് ആവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ്, സോ സം കൊവാലന്റ് ബോണ്ട് ഇൻ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ഇറ്റ് സെൽഫ്. അപ്പോൾ ചില കൊവാലന്റ് ബോണ്ട് എന്താ? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാരണം ആ ഡിപ്ലീഷൻ ജംഗ്ഷനിലുള്ള ചില കൊവാലന്റ് ബോണ്ട് അങ്ങോട്ട് സ്വയം ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ കറണ്ട് ഒറ്റയടിക്ക് കൂടും. അതാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, റിവേഴ്സ് ശരിക്കും നമ്മൾ സാധാരണ റിവേഴ്സ് ബയാസ്ഡ് ഇതുവരെ വരയ്ക്കാറുള്ളൂ. ഇത് നമ്മൾ സ്പെഷ്യൽ കേസിനെ അപ്ലൈ ചെയ്യാറുള്ളൂ. സ്പെഷ്യൽ കേസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ എത്തിയപ്പോൾ കറണ്ട് ഒറ്റയടിക്ക് കൂടി. കറണ്ട് ഒറ്റയടിക്ക് കൂടാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയി. ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയപ്പോൾ ആ സ്ട്രെങ്ത് കാരണം അതിനകത്തുള്ള ചില കൊവാലന്റ് ബോണ്ട് സ്വയം ബ്രേക്ക് ചെയ്യും. ഇറ്റ്സെൽഫ് അവരെന്തായി? അതാണ് പറയുന്നത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വി ബി പ്ലസ് വി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെരി സ്ട്രോങ് അല്ലെ? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടി എന്നർത്ഥട്ടോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? വെരി സ്ട്രോങ്. സോ സം കൊവാലന്റ് ബോണ്ട് ഇൻ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ഇറ്റ്സെൽഫ്, സോ ഐ ഇൻക്രീസ് സഡൻലി. ചില കൊവാലന്റ് ബോണ്ട് സ്വയം അങ്ങോട്ട് ബ്രേക്ക് ആവും. അപ്പോഴാണ് കറണ്ട് ഒറ്റയടിക്ക് കൂടുക. കാരണം സ്വയം ബ്രേക്ക് ആയാൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് ഒറ്റയടിക്ക് കൂടും. മനസ്സിലായോ? ഈ വോൾട്ടേജ് നമ്മൾ സാധനം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. ഈ വോൾട്ടേജ് നമ്മൾ എന്താ പറയുക? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമുള്ള വോൾട്ടേജ് നമ്മൾ എന്തെന്ന് പറയാ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. അപ്പോൾ ഒരു സെർട്ടൈൻ പൊട്ടൻഷ്യൽ സംഭവിച്ചത് അല്ലെ? അറ്റെ സെർട്ടൈൻ പൊട്ടൻഷ്യൽ കറണ്ട് ഇൻക്രീസസ് സഡൻലി. ആ സെർട്ടൈൻ പൊട്ടൻഷ്യൽ നമ്മൾ എന്തെന്ന് പറയാ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്തേ സംഭവിക്കുന്നുള്ളൂ? ഇൻക്രീസ് ചെയ്തു, സാച്ചുറേഷൻ കറണ്ടിലെത്തി. പിന്നെയും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അകത്തുള്ള ചില ബോണ്ട് സ്വയം അങ്ങോട്ട് ബ്രേക്ക് ആവും. അപ്പോൾ കറണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കൂടും. ആ വോൾട്ടേജ് നമ്മൾ പറയുന്ന കാര്യമാണ്. കാരണം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജാണ് സംഭവിക്കുന്നത്. ആ വോൾട്ടേജ് നമ്മൾ എന്താ പറയുക? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അത് ജർമേനിയത്തിന് 25 വോൾട്ടാണ്, സിലിക്കണ് 35 വോൾട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ജർമേനിയത്തിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ദാറ്റ് മീൻസ് 25 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കൊവാലന്റ് ബോണ്ട് സ്വയം ബ്രേക്ക് ആവും. എവിടെ? ജർമേനിയത്തിന്. സിലിക്കണ് 35 വോൾട്ട്. അപ്പോൾ ജർമേനിയത്തിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 25 വോൾട്ട്, സിലിക്കണ്ടത് 35 വോൾട്ട്. ബാരിയർ നീ വോൾട്ടേജ് മാറിപ്പോയത്. അവിടെ ഫോർവേഡ് ബയാസിലാണ് എന്തുണ്ടാവുക? കട്ടിങ് നീ വോൾട്ടേജ്. ആ പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ചെയ്യാൻ ആവശ്യമായത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർവേഡ് ബയാസ്ഡ്. ഇതെന്താണ്? പെട്ടെന്ന് കറണ്ട് സഡൻ ആയിട്ട് കൂടാൻ എന്താണ്? കൊവാലന്റ് ബോണ്ട് ഇറ്റ്സെൽഫ് ബ്രേക്ക് ആവാൻ അതിനാവശ്യമായ വോൾട്ടേജ് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അത് ജർമേനിയത്തിന് 25, സിലിക്കണ് 35. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സാധാരണ ഇതാണ് ഫോർവേഡ് ബയാസ്ഡും റിവേഴ്സ് ബയാസ്ഡും. അപ്പോൾ നമുക്ക് നല്ല കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? നല്ല കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസിൽ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ,
ഫോർവേഡ് ബയാസിൽ വേണം കണക്ട് ചെയ്യാൻ. ക്ലിയർ? ഫോർവേഡ് ബയാസിൽ വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ IV ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. മൊത്തത്തിൽ വരച്ചാൽ ഫോർവേഡും റിവേഴ്സും കൂടി ഒരുമിച്ച് വരച്ചാൽ അല്ലേ, കാരണം ഇവിടെ I മില്ലി ആംപിയർ, ഇവിടെ V വോൾട്ട് അല്ലേ, ഇവിടെ I മൈക്രോ ആംപിയർ അല്ലേ. നമുക്ക് എങ്ങനെ കിട്ടാം? ഫോർവേഡ് നമുക്ക് എങ്ങനെ കിട്ടാം അല്ലേ? ഫോർവേഡ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ഫോർവേഡ് ബയാസ്, ഫോർവേഡ് കറണ്ട് അല്ലേ. റിവേഴ്സ് കറണ്ട് എന്താ സംഭവിക്കുക? റിവേഴ്സ് കറണ്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് പിന്നെ സാച്ചുറേഷനിലേക്ക് പോകും, സാച്ചുറേഷനിലേക്ക് വന്നിട്ട് ഒറ്റയടിക്ക് കൂടും. ഇതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇതാണ് ആര്? കട്ട് ഇൻ വോൾട്ടേജ്. ഇതാണ് കട്ട് ഇൻ വോൾട്ടേജ്. ഇത് കട്ട് ഇൻ വോൾട്ടേജ്, ഇതെന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇത് റിവേഴ്സ് ബയാസ്ഡ്, ഇത് ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ ആണോ? അപ്പോൾ ഗ്രാഫ് കൃത്യമായിട്ട് പഠിക്കുക. ഒന്ന് ഫോർവേഡ് ബയാസ്, ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? റിവേഴ്സ് ബയാസ്. ഇത് സാച്ചുറേഷൻ കറണ്ട്, ഇതാണ് അവരെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇതാണ് കട്ട് ഇൻ വോൾട്ടേജ്. എന്താണ് കട്ട് ഇൻ വോൾട്ടേജ്? പൊട്ടൻഷ്യൽ ബാരിയർ ഡിസപ്പിയർ ആവാൻ. ഇവിടെ അത് എന്താണ്? സ്വയം കറണ്ട് ഒറ്റയടിക്ക് കൂടാൻ ആവശ്യമായ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സാധാരണ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ, ഐഡിയൽ ആണെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഐഡിയൽ ആണ് നോക്കുക. എടാ ഐഡിയൽ ആണെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുമെന്ന് പറയും, കണ്ടക്ട് ചെയ്യുന്നതാവും ഐഡിയൽ കേട്ടോ. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ഡസ് നോട്ട് കണ്ടക്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്കൊരു ചിത്രമൊക്കെ തന്നു കഴിഞ്ഞാൽ, നമ്മൾ ചിത്രമൊക്കെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ തരും, സർക്യൂട്ട് ഡയഗ്രം ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയൽ ആയിട്ടാണ് കൺസിഡർ. കാരണം കണ്ടക്ട് ചെയ്യുന്നതിന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇത് മിനിമം ആയിരിക്കും. റെസിസ്റ്റൻസ് എന്താണ്? മിനിമം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ ഓൾമോസ്റ്റ് 0 ആയിട്ടാണ് എടുക്കുക. ഇവിടെ റെസിസ്റ്റൻസ് എന്തും വരും? മാക്സിമം ആണ്. നമ്മൾ എപ്പോഴും ഫോർവേഡാണ് നമ്മൾ നോക്കുക, കാരണം റിവേഴ്സ് കറണ്ട് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യാറില്ല, നെഗ്ലക്റ്റ് ചെയ്യും. നമുക്ക് വേണ്ടത് എപ്പോഴും ഏത് കറണ്ടാണ്? ഫോർവേഡ് കറണ്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ആയിട്ട് നമ്മൾ സർക്യൂട്ട്, നമ്മൾ 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സർക്യൂട്ട് ഡയഗ്രം ഒക്കെ തരുമ്പോൾ എന്താണ്? ഡയോഡ് ഫോർവേഡ് ബയാസിലാണെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് 0, നമ്മൾ കറണ്ട് നമ്മൾ എടുക്കും, കറണ്ട് നമ്മൾ മാക്സിമം ആയിട്ട് എടുക്കും അല്ലേ. പക്ഷേ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ ഡസ് നോട്ട് കണ്ടക്ട് എന്ന് പറയാം, കാരണം ഫോർവേഡ് കറണ്ട് ഇല്ല. നമ്മൾ ഫോർവേഡ് കറണ്ടാണ് നോക്കേണ്ടത്. എപ്പോഴും സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്താ നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഫോർവേഡ് കറണ്ടാണ് നോക്കേണ്ടത്, അല്ലാതെ റിവേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഫോർവേഡ് കറണ്ടാണ് ആര് കാരണം? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്, ആ കറണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ ഡസ് നോട്ട് കണ്ടക്ട്, ആർ മാക്സിമം. അപ്പോൾ I നിയർലി 0 എടുക്കും, I നിയർലി എന്തെടുക്കും? 0. മറ്റേത് I മാക്സിമം എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുന്നതിന് മുമ്പ്, ഡയോഡൊക്കെ ആ കണക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം അത് ഫോർവേഡ് ബയാസ്ഡ് ആണോ അല്ലെങ്കിൽ ആരാണോ എന്ന്, റിവേഴ്സ് ബയാസ്ഡ് ആണോ. ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ എന്തെടുക്കും? റെസിസ്റ്റൻസ് നിയർലി 0 എടുക്കും. ഐഡിയൽ ആട്ടോ, റെസിസ്റ്റൻസ് നിയർലി 0 എടുക്കും, കറണ്ട് മാക്സിമം കിട്ടും. റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഡസ് നോട്ട് കണ്ടക്ട്, കാരണം റെസിസ്റ്റൻസ് മാക്സിമം എടുക്കും, കറണ്ട് എന്ത് കൊടുക്കും? 0. ദാറ്റ് മീൻസ് നമ്മൾ ഫോർവേഡ് ആണോ റിവേഴ്സ്ഡ് ആണോ നോക്കിയാൽ മതി. ഫോർവേഡ് ആണെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. ഒരു ഡയോഡ് റിവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്ത ആ സംഭവം നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡും റിവേഴ്സ് ബയാസ്ഡും ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഗ്രാഫുകൾ, അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നമുക്കൊന്നിനോട് ക്വസ്റ്റ്യൻ നോക്കാം. PN ജംഗ്ഷൻ ഡയോഡിൻ്റെ state which diodes are in FB and in RB. താഴെ കൊടുത്തുള്ള ചിത്രത്തിൽ ഏതൊക്കെ ഡയോഡാണ് ഫോർവേഡ് ബയാസ്ഡ്, അതേപോലെ തന്നെ ഏതൊക്കെ ഡയോഡാണ് റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, ചിത്രം ശ്രദ്ധിക്കുക.
ഇവിടെ നോക്കാം 4 ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് പി എൻ ജംഗ്ഷൻ. ഇതിൽ ആരൊക്കെയാണ് ഫോർവേഡ് ബയാസ്ഡ്, ആരൊക്കെയാണ് റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. നമുക്കറിയാം ഇതാണ് സാധാരണ പി, ഇതാണ് എൻ അല്ലേ. ഇത് പി, ഇത് എൻ, ഇത് പി, ഇത് എൻ, ഇത് പി, ഇത് എൻ, ശരിയല്ലേ. ഓക്കെ, നമുക്കറിയാം പി എപ്പോഴും എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ പി ഷുഡ് ബി ഹയർ പൊട്ടൻഷ്യൽ, ലോ എൻ ഷുഡ് ബി നെഗറ്റീവ് അല്ലെ. പി എപ്പോഴും എന്തായിരിക്കണം, ഹയറും, കാരണം പി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ കണക്റ്റഡ് ടു നെഗറ്റീവ്. നെഗറ്റീവ് പറഞ്ഞാൽ ഹൈ ലോ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അത് +10 ഉം +5 ഉം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ഏതാണ്, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ് അല്ലെ. ഇത് ഹൈയും ഇത് ലോയും അല്ലെ. ഇത് ഹൈ അല്ലേ, പി ഹൈ എൻ ലോ, അപ്പോൾ അത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ക്ലിയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എൻ എന്താണ്, എൻ ആണ് ഹൈ, പി ലോ ആണ്. എടാ എൻ ഹൈയും പി എന്താണ്, ലോയും. കാരണം ഇത് +1 വോൾട്ട്, ഇത് -3 വോൾട്ട്. അപ്പോൾ എൻ ഹൈ ആകുമ്പോൾ എന്താണ്, ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ. ഇത് റിവേഴ്സ് ബയാസ്ഡ്. അടുത്തതോ, ഇത് -10 -20, ഇതിൽ ആരാണ് വരുന്നത്, ഇയാൾ തന്നെയാണ് വരുന്നത്. അടുത്തല്ല ഹൈ, ഇത് ലോ, കാരണം -10-നെക്കാട്ടിയും -20-നെക്കാട്ടി വലുത് -10 അല്ലേ. അപ്പോൾ ഇത് ഹൈയും ഇത് ലോയും ആയാൽ എൻ ഹൈയിലേക്ക് കണക്ട് ചെയ്തത് ഏതാണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇതും റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. ഇനി ഇതെന്താണ്, ഇത് 0 വോൾട്ട്, ഇത് -2 വോൾട്ട്. -2 എന്നത് ലോ ആണ് അല്ലേ. ഇതാരാണ്, ഇത് ഹൈ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് ഫോർവേഡ് ബയാസ്ഡ് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ആരാണോ ഹൈ ആരാണോ ലോ അല്ലേ. അപ്പോൾ നമുക്കത് എൻ ഹൈ ആണെങ്കിൽ അത് റിവേഴ്സ് ബയാസ്ഡ്, പി ഹൈ ആണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ അല്ലേ. അതിന് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിറ്റർമിൻ കറണ്ട് ഇൻ എ ബി സി. എടാ അപ്പോൾ കറണ്ട് മെഷർ ചെയ്യണം അല്ലേ. ഇപ്പോൾ നോക്കുക, അവിടെ ഒരു 2 വോൾട്ട് ഉണ്ട്, 20 ഓം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് നോക്കുക, ഇതെന്താണ്, എടത് പി അല്ലേ. ഇത് പി, ഇത് എൻ, ഇത് പി, ഇത് എൻ, ശരിയല്ലേ. അപ്പോൾ എന്താ സംഭവം, പി ആരുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പി ഹൈ അല്ലേ. പി കണക്ട് ചെയ്തിട്ടുള്ള ഹൈ, നമ്മൾ ആ എൻസ് നോക്കിയാൽ മതി. പി കണക്ട് ചെയ്തിട്ടുള്ളത് ഹൈ, എന്നോ എന്നിലോ അല്ലേ. അപ്പോൾ എന്താണ്, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ശരിയാണോ. എടാ ആദ്യത്തെ ചിത്രം എന്താണ്, ഫോർവേഡ്, കാരണം പി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. ഫോർവേഡ് ബയാസ്ഡ്, ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യാണ്, കണ്ടക്ട് ചെയ്യും അല്ലേ. ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും. കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, I = ഓംസ് ലോ V/R. എടാ ഇയാളെയൊക്കെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് 0 എടുക്കുക, കാരണം ഐഡിയൽ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ സാധാരണ അങ്ങനെയാണ് വരാറ്. ഇതൊക്കെ ഐഡിയൽ ആയിരിക്കും. അപ്പോൾ അവരുടെ റെസിസ്റ്റൻസ് എത്രയാണ്, അവരുടെ റെസിസ്റ്റൻസ് 0. അപ്പോൾ കറണ്ട് ഈസി ആയിട്ട് കടന്നു പോകുന്ന അർത്ഥം അല്ലേ. ഇതിലൂടെ കറണ്ട് ഈസി ആയിട്ട് കടന്നു പോകുന്ന അർത്ഥം. കാരണം അവരുടെ റെസിസ്റ്റൻസ് നോക്കണ്ട ഏതിലാണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് 0 എടുക്കും അല്ലേ. അപ്പോൾ I = V/R എത്രയാണ്, V2, 2/20. അപ്പോൾ എത്ര കിട്ടും, 1/10 ആംപിയർ കിട്ടും. ആദ്യത്തെ കേസിൽ 1/10 ആംപിയർ. ക്ലിയർ ആണോ. കാരണം ഈ കറണ്ട് I എന്നുള്ള കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിക്കുക, രണ്ടാമത്തെ കേസിൽ ഇത് 2 വോൾട്ട് 20 ഓം. നമുക്കറിയാം ഇത് പി, ഇത് എൻ, ഇത് പി, ഇത് എൻ. പക്ഷെ നമുക്കറിയാം എന്താണ്, പി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ കണക്റ്റഡ് ടു ഇത് എൻ അല്ല, ഇത് പി ആണ് അല്ലേ.
ഇതാണ് N, ഇത് N, ഇതാണ് P. ദാറ്റ് മീൻസ് ഇതെന്താണ്? P എന്താണ്? ഹൈ, ഇത് ലോയിലേക്കാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് വർക്ക് ചെയ്യൂല, ശരിയല്ലേ? കാരണം ഇതെന്താണ്? ഇത് ഹൈയിലേക്കാണ് വരുന്നത്, ശരിയാണ്. പക്ഷേ ഈ P വീണ്ടും ഇത് ഇവിടെ N വരണം, പക്ഷെ P ആണ് ലോയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യും? ഇയാൾ ഒരിക്കലും കണ്ടക്ട് ചെയ്യൂല. കണ്ടക്ട് ചെയ്യില്ലെങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും, ശരിയല്ലേ? കാരണം ദിസ് ഡസ് നോട്ട് കണ്ടക്ട്, കാരണം ഒരു റിവേഴ്സ് ഓർഡറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ P വന്നുകൊണ്ട് ഇത് നെഗറ്റീവിലേക്കാണ്, അല്ല അപ്പോൾ ഇത് റിവേഴ്സ് ബയാസിലാണ്, അല്ലേ? റിവേഴ്സ് ബയാസ്, ഇത് ഫോർവേഡ് ബയാസിലാണ്. ഇത് ഫോർവേഡ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? കാരണം ഈ ടെർമിനൽ വരുന്നില്ല. അപ്പോൾ അത് ഇൻഎഫക്റ്റീവാണ്, വർക്ക് ചെയ്യൂല. അപ്പോൾ കറണ്ട് എത്ര കിട്ടും? സീറോ കിട്ടും. ക്ലിയർ? അടുത്ത കേസിലോ, മൂന്നാമത്തെ കേസിൽ ഇത് I വന്നു, ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴും ഇയാൾ ഏതാണ്? ഇത് P, ഇത് N, ഇത് P, ഇത് N. അപ്പോൾ ഇയാളും കണ്ടക്ട് ചെയ്യും, ഇയാളും കണ്ടക്ട് ചെയ്യും, ശരിയല്ലേ? കാരണം ഇത് P പ്ലസ്സിലേക്ക്, N നെഗറ്റീവിലേക്ക്, P പ്ലസ്സിലേക്ക്, N നെഗറ്റീവ്. അപ്പോൾ രണ്ടാളും കണ്ടക്ട് ചെയ്യും, ഇയാളും കണ്ടക്ട് ചെയ്യും, ഇയാളും കണ്ടക്ട് ചെയ്യും, അല്ലേ? കണ്ടക്ട് ചെയ്യുമ്പോൾ രണ്ടിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഇത് സെയിം ആയിരിക്കും. കാരണം ഈ കറണ്ടും ഇവിടുത്തെ റെസിസ്റ്റൻസ് നോക്കണ്ട. ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും, ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും. വീണ്ടും ഇവിടെ എത്തുമ്പോൾ I തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? കാരണം നിങ്ങൾ കൊടുത്ത കറണ്ട് I ഇവിടെ എത്തി. ഇത് ഫോർവേഡ് ബയാസ്ഡാണ്, ഇതും ഫോർവേഡ് ബയാസ്ഡാണ്. അപ്പോൾ പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇതിലൂടെയും കുറച്ച് കറണ്ട് പോവും, ഇതിലൂടെയും കുറച്ച് കറണ്ട് പോവും, വീണ്ടും ഇവിടെ എത്തും, അതേ കറണ്ട് തന്നെ കിട്ടും, അല്ലേ? അപ്പോൾ I കാണാൻ പറഞ്ഞാൽ അഗെയിൻ I is equal to 2/20 1/10 ആംപിയർ, ശരിയല്ലേ? ക്ലിയർ ആണോ? ഇനി ഒരാളെ വേണമെങ്കിൽ ഇയാളെ ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നെങ്കിലോ, ചിലപ്പോൾ ഇയാൾ വർക്ക് ചെയ്യൂല, അല്ല? ഇയാൾ റിവേഴ്സ് ബയാസിലാകുമ്പോൾ വർക്ക് ചെയ്യൂല, പക്ഷെ മൊത്തം കറണ്ട് ഇതിലൂടെ പോവാം, നമുക്ക് കറണ്ട് കിട്ടും. ക്ലിയർ ആണ്? ജസ്റ്റ് ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഡയോഡ് ഫോർവേഡ് ബയാസിലാണെങ്കിൽ അതിലൂടെ ആര് പാസ് ചെയ്യൂല? അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഫോർവേഡ് ബയാസിലാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യും, റിവേഴ്സ് ബയാസിലാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. നമുക്കത് ഒഴിവാക്കാം സർക്യൂട്ട്. ഓക്കെ, ഇതാണ് PN ജംഗ്ഷൻ ഡയോഡ്, ഫോർവേഡും റിവേഴ്സും. ക്ലിയർ അല്ലേ?